ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഗിംബൽ പരിചയപ്പെടുത്താം. ഇതൊരു സാധാ ഗിംബലല്ല. സാധാരണ ഫോണിനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്യാമറയ്ക്കോ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗിംബലല്ല. ഇതൊരു ആക്ഷൻ ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗിംബലാണ്. ഹോഹെം എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. ഇതൊരു ആക്ഷൻ ക്യാമറയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗിംബലാണ്. സോ എല്ലാ ആക്ഷൻ ക്യാമറയ്ക്കും ഇത് സൂട്ടാവില്ല. ഇത് ഒരു പറഞ്ഞിരിക്കുന്ന ഡയമെൻഷനിലുള്ള ഒരു ആക്ഷൻ ക്യാമറയ്ക്ക് മാത്രമാണ് സൂട്ടാവുള്ളൂ. സോ ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു സിനിമാറ്റിക് ആംഗിളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു എടുത്ത് പറയേണ്ട ഫീച്ചർ എന്നാന്ന് പറഞ്ഞാൽ ഇതൊരു ബിൽറ്റ് ഇൻ പവർ ബാങ്ക് ഉണ്ട് ഇതിന്. അപ്പം നമ്മുടെ ആക്ഷൻ ക്യാമറയ്ക്ക് ചാർജ് വല്ലതും കുറവാണെങ്കിൽ നമുക്ക് ഈ ഗിംബലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഈ ആക്ഷൻ ക്യാമറ ചാർജ് ചെയ്യിക്കാൻ പറ്റും. അതൊരു നല്ലൊരു വെറൈറ്റി ഒരു ഫീച്ചർ പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇവരുടെ പാക്കിങ്ങും ബോക്സും ഒക്കെ വളരെ നീറ്റും ക്വാളിറ്റി ഉള്ളതൊക്കെ ആട്ടോ. ഇപ്പം ഫ്രണ്ടിൽ തന്നെ ഹോഹെയിമിൻ്റെ ബ്രാൻഡിൻ്റെ നെയിമും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ബോക്സും കേട്ടോ. അതൊരു ഇമ്പാക്റ്റൊക്കെ താങ്ങാവുന്ന ഒരു ബോക്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ അവർ നന്നായിട്ട് പാക്ക് ചെയ്ത് അത് പ്രൊഫഷണൽ ലുക്കിൽ തന്നെ പാക്ക് ചെയ്തിട്ടാണ് അവർ വിടുന്നത്. നമുക്ക് ഇതിനകത്തൊരു മാനുവലും പിന്നെ 2 കേബിളും പിന്നെ ഒരു ട്രൈപോഡിൻ്റെ ഒരു ചെറിയൊരു ഫിറ്റ് ചെയ്യാനുള്ളൊരു സാധനമുണ്ട്. മാനുവലിൽ കാണുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുമെങ്കിലും എല്ലാം തന്നെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പേജസും ഒരുപാട് ലാംഗ്വേജിൽ എഴുതിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഗിംബൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ട്രൈപോഡ് താഴെ ഫിറ്റ് ചെയ്യാനുള്ള. അതുപോലെ തന്നെ 2 കേബിളുണ്ട്. ഒന്ന് ഗിംബൽ ചാർജ് ചെയ്യാനും ഒന്ന് ആക്ഷൻ ക്യാമറ ടു ഗിംബൽ, അതായത് ആക്ഷൻ ക്യാമറ ചാർജ് ചെയ്യാനും. സംഭവം ഒരുവിധം വെയിറ്റ് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് അല്ല, ചീപ്പായിട്ടുള്ളൊരു മെറ്റീരിയൽ ഇല്ല, നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു 4 മണിക്കൂർ എങ്ങാണ്ട് ചാർജ് ചെയ്തിടണം, എന്നാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ. സോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഗിംബൽ എടുക്കാൻ കാരണം ഞാൻ എടുത്തേക്കുന്ന ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞൊരു ബിഗിനർ ടൈപ്പുള്ള ഒരു ആക്ഷൻ ക്യാമറയാണ്. അത് ഫിറ്റ് പാർക്കിൻ്റെ ഒരു ആക്ഷൻ ക്യാമറയാണ്. അതിന് സ്റ്റെബിലിറ്റി അത്ര കുറവാണ്. കമ്പയർ ടു ഗോപ്രോ ഒക്കെ ആണെങ്കിൽ ഇതൊരു ചൈൽഡെന്ന് പറയാൻ പറ്റും. ജസ്റ്റ് ഒരു ബിഗിനർ ടൈപ്പ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഗിംബൽ യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. എൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂ ഒക്കെ അതുപോലെ തന്നെ പുതിയൊരു ഷോട്ടും ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഗിംബൽ മേടിച്ചത്. അപ്പം ഒരുപാടൊന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇടാം. ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് എവിടെ നിന്ന് എങ്ങനെ വാങ്ങാൻ പറ്റും അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഗാഡ്ജറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യാം. ഈ ഐറ്റം നിങ്ങൾക്ക് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നല്ലൊരു ആക്ഷൻ ക്യാമറയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, സ്റ്റെബിലിറ്റിയൊക്കെ ഉള്ളതാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ല. നിങ്ങൾ സ്റ്റെബിലിറ്റി ഇഷ്യൂ മാത്രമാണ് നോക്കുന്നതെങ്കിൽ. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ഷോട്ട് കിട്ടണം, നല്ലൊരു സിനിമാറ്റിക് ആംഗിളിൽ ഷൂട്ട് ചെയ്യണം എന്നൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ടുള്ളൊരു ഇത് കിട്ടുകയാണെങ്കിൽ ഇത് നല്ലതാണ് ഈ ഒരു ഗിംബൽ. അതുപോലെ തന്നെ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയമെൻഷനുണ്ട്. ഈ ഗിംബൽ ഇതിൻ്റെ വെയ്റ്റിൻ്റെ ഡയമെൻഷനുണ്ട്. അത് പറഞ്ഞേക്കുന്നത് ആക്ഷൻ ക്യാമറ മാത്രമാണ് സ്യൂട്ട് ആവുകയുള്ളൂ. അല്ലാത്തത് റീഡ് ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റാഫൊക്കെ ഇടാനും പാടായിരിക്കും. അതുപോലെ തന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യുക, ഏതൊക്കെ മോഡ് യൂസ് ചെയ്യുക എന്നുള്ള ലിങ്കൊക്കെ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഏകദേശം പവർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗിംബൽ വെർട്ടിക്കലി ട്രൈപോഡ് വെച്ചിട്ട് ഇങ്ങനെ നിർത്തണം. അതുപോലെ തന്നെ ആക്ഷൻ ക്യാമറ കറക്റ്റായ രീതിയിൽ കണക്ട് ചെയ്യണം. അവർ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ സ്റ്റാഫ് ചെയ്തിട്ട് ഇടണം. എന്നിട്ട് പവർ സ്വിച്ച് കുറച്ച് ഞെക്കി പിടിച്ച് കഴിയുമ്പോൾ ഗിംബൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് റൊട്ടേറ്റ് ചെയ്തിട്ട് വ്യൂയിൽ നമ്മുടെ കറക്റ്റ് ചെയ്യുന്ന ആ വ്യൂയിലേക്ക് വരും. ഇപ്പോൾ കാണാൻ പറ്റും ഗിംബൽ ചെറിയൊരു ഫ്രീ ഫ്ലോ അല്ലെങ്കിൽ ഒരു സ്മൂത്ത് രീതിയിൽ തന്നെ ഇപ്പോൾ ഒരു ഒഴുക്കിൻ്റെ രീതിയിൽ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അനക്കുമ്പോൾ. അതായത് ആക്ഷൻ ക്യാമറ സെൻറ്ററിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇരിക്കും. അതുപോലെ നമുക്കിത്
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിപ്പിക്കാനുള്ള ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഗോപ്രോയ്ക്ക് കുറച്ചും കൂടെ ഒരു ഫീച്ചറുണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് ഒരു ബട്ടൺ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഗിംബലും ഗോപ്രോയും തമ്മിലൊരു പെയറിങ് നടത്താൻ പറ്റും. അപ്പം അതിൻ്റെ അകത്ത് സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. വീഡിയോ ക്യാപ്ചർ ചെയ്യണം, അതേ ഫോട്ടോ എടുക്കണം. അതായത് ഗിംബൽ വെച്ച് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ആക്ഷൻ ക്യാമറയ്ക്ക് അത് സാധിക്കില്ല. ഇത്രയൊക്കെയാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ട് വീണ്ടും ഇടാം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.